ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 41 41 എപ്പിസോഡിന്റെ റിവ്യൂ ആണിത്. അപ്പോ എപ്പിസോഡിൽ മെയിൻ ആയിട്ടൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജാൻമണി എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ് രാവിലെ 8 മണിക്ക് പാട്ടൊക്കെ എഴുതുന്നു, ഡാൻസ് കളിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ടേബിൾ, അവരുടെ ആ ഒരു ഫുഡ് കഴിക്കുന്ന ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഒരു ചെറിയൊരു സംസാരമുണ്ട് ജാൻമണി, ജിൻഡോ, അർജുനൊക്കെ ആയിട്ട്. അപ്പൊ ഇത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ജാൻമണി ഒരു സാധനം അവിടെ അടിക്കുന്നുണ്ട്. അതായത് ഒരാളുടെ വാക്ക് എന്നെ ഭയങ്കരമായിട്ട്, ഒരു വാക്ക് പറഞ്ഞത് എന്നെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തു. സോ അയാള് ഇനി മേലാൽ അങ്ങനെ ഒരു വാക്ക് പറയരുത് എന്നൊരു സാധനം പറഞ്ഞു. എന്നാൽ അത് ആരാണെന്നോ എന്താണെന്നോ ഒന്നും ജാൻമണി റിവീൽ ചെയ്യുന്നില്ല. അങ്ങനെ ഒരു സാധനം പറഞ്ഞ് ജാൻമണി അങ്ങ് പോയപ്പോൾ ജാൻമണിയുടെ ഇഷ്ടമാണ് പറയുന്നതും ഇല്ലാത്തതും ആരാണെന്നൊക്കെ എടുത്ത് റിവീൽ ചെയ്യുന്നത്. പക്ഷെ ആൾക്ക് മനസ്സിലാവും, അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ജാൻമണി പോയി. ഈ ഒരു സാധനം അവിടെ കൊടുത്തപ്പോഴത്തേക്ക് നമ്മളെ നോറ ചേച്ചിയുടെ മെയിൻ ഒരു ഇലയാണല്ലോ ജാൻമണി, അല്ലെങ്കിൽ ജാൻമണിയുടെ നേരെ ഒരു ഇലയാണല്ലോ നോറ, അങ്ങനെയും പറയാം. സോ അവര് തമ്മിൽ നോറയ്ക്ക് ഒരു പൊട്ടങ്ങ് പൊട്ടി, അത് പറഞ്ഞേ പറ്റത്തുള്ളൂ എന്നും പറഞ്ഞ് നോറ അങ്ങ് തുടങ്ങി. കിട്ടിയ ഗ്യാപ്പില് കണ്ടന്റ് ഉണ്ടാക്കല് നോറ തുടങ്ങി. പുറകെ പിടിച്ചുകൊണ്ട് നമ്മുടെ ജാസ്മിൻ ചേച്ചിയുടെ ഏറ്റവും വേസ്റ്റ് ഒരു ഡേ ആയി പോയി കേട്ടോ ഇന്നലെ. കാരണം ജാസ്മിൻ കിട്ടുന്നതിനകത്തുനിന്ന് പോകുന്നതിനകത്തുനിന്ന് ഒക്കെ കണ്ടന്റ് ഉണ്ടാക്കാൻ നോക്കി ഇന്നലെ എപ്പിസോഡ് 41. അത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്തു. അതൊരു വൃത്തികെട്ട ഗെയിമായിട്ട് എനിക്ക് തോന്നി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നാളിടയ്ക്ക് മറ്റേ ആ ഒരു ലവ് കോംബോ പിടിച്ചതിനെക്കാട്ടിലും വേസ്റ്റ് ആയിരുന്നു ഇന്നലത്തെ ജാസ്മിന്റെ കുറെ പരിപാടികൾ. അതെന്തായാലും നമുക്ക് വരാം. അപ്പം ഈ ഒരു സാധനം പറഞ്ഞിട്ട് നമ്മുടെ ജാൻമണി അങ്ങ് പോയി. പക്ഷെ ആർക്കും മനസ്സിലായില്ല ആരെയാണ് അവിടെ കുത്തിയെന്നുള്ളത്. പക്ഷെ പ്രോപ്പർ ആയിട്ട് ജിൻഡോയ്ക്ക് അറിയാം അത് ആരെ പറ്റിയാണ് പറഞ്ഞത്. ജിൻഡോയും പേരൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ആർക്കും മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാനത് റിവീൽ ചെയ്ത് തരാം. സംഗതി വേറൊന്നുമല്ല, ഈ ഒരു ഡൈനിങ് ടേബിളിൽ രാവിലെ ഇരുന്ന് ഫുഡ് കഴിക്കുമ്പോഴത്തേക്ക് ജിൻഡോ പൂരി കഴിക്കുക. അപ്പൊ അതിനകത്ത് ജിൻഡോ 8 പൂരി കഴിച്ചു. ഉടനെ നമ്മുടെ അപ്പുറം ഇരുന്ന് നമ്മുടെ അർജുൻ ഒരു സാധനം പറഞ്ഞു, ഒരെണ്ണം കൂടെ കഴിക്കാതെ 9 ആക്കിയേക്കാൻ. അങ്ങനെ ജസ്റ്റ് ഒരു അത് കാഷ്വൽ ആയിട്ട് ജസ്റ്റ് അതിനെ അത്ര വലിയ അർജുന ഒന്നും ചിന്തിച്ച് പറഞ്ഞാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു സാധനം പറഞ്ഞു, അർജുന്റെ വായിൽ വീണു. അത് ജാൻമണിക്ക് പിടിച്ചില്ല. പ്രത്യേകിച്ച് 9 എന്നുള്ളൊരു വാക്ക് അത് വേറെ രീതിയിൽ ഒരു കാറ്റഗറൈസ് ചെയ്യുന്ന ഒരു സാധനം ആയതുകൊണ്ട് ജാൻമണിക്ക് പൊട്ടി. അതാണ് മെയിൻ ഒരു റീസൺ ഇന്നലെ ആ ഒരു ടോക്ക് വരാനെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് ആ ഒരു ഡൈനിങ് ടേബിളിലെ ആ ഒരു ഇഷ്യൂ കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ ജാൻമണിയും ജിൻഡോയും കൂടെ സിഗരറ്റ് വലിക്കുന്ന ഒരു പരിപാടി കാണുന്നുണ്ട്. സോ അവിടെ വെച്ചിട്ട് ഈ ഒരു ടോപ്പിക് അവർ സംസാരിക്കുന്നുണ്ട്. അത് അത്ര വ്യക്തമായിട്ട് എപ്പിസോഡിൽ നമുക്ക് കേൾക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് കുറെ പേർക്ക് അത് പിടി കിട്ടിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. കുറെ പേര് അതിനെപ്പറ്റി സംസാരിക്കുന്നതൊക്കെ ഞാൻ വീഡിയോയിൽ കണ്ടു, ഞങ്ങൾക്ക് അത് മനസ്സിലായില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ സംഗതി അതാണ്. സോ ജാൻമണി പറഞ്ഞത് അർജുനെ പറ്റിയാണ്, അത് ഇഷ്ടപ്പെട്ടില്ല. അർജുനെ പറ്റി നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ അർജുൻ ഒതുങ്ങിക്കൂടി നിൽക്കുന്ന ഒരാളാണ്. ഇപ്പം ഗെയിം ഒന്നും വലുതായിട്ടില്ല. ശ്രീധുവിനെ എവിടെയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അടിമോളെ ഇടിമോളെ ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ ശ്രീധുവിന്റെ പുറകെ നടക്കാനുള്ള ഒരു പരിപാടി മാത്രമേ ഇപ്പൊ അർജുന് നടക്കുന്നുള്ളൂ. അതായത് വേറെ പ്രത്യേകിച്ച് റോളൊന്നും ഇപ്പം ബിഗ് ബോസ് ഹൗസിലില്ല. അപ്പം ഈ ഒരു സാധനത്തിനിടയ്ക്ക് നോറ, ഞാൻ പറഞ്ഞായിരുന്നു, നോറ ജാസ്മിൻ കയറി പിടിച്ചു. പിന്നെ അങ്ങ് ഒരു കാലിലെ പില നോറയൊക്കെ ഒരു സാധനം കയറി പിടിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് വിടത്തില്ല. അവൾക്ക് എന്തോ അകത്തൊരു സാധനം വന്നു, ഇത്ര ആൾക്കാർ ഇവിടെ ഉണ്ട്, ഇനി കണ്ടന്റ് ഉണ്ടാവത്തില്ല, ഞാനൊക്കെ കളിച്ചില്ലെങ്കിൽ ഇവിടുന്ന് വെളിയിൽ പോവും എന്നുള്ളൊരു സാധനം തലയിലെടുത്ത് വെച്ചോണ്ട് തന്നെ നോറ കിട്ടുന്നതിനകത്തൊക്കെ പോയി മറ്റേ ആവശ്യമില്ലാതെ സംസാരിച്ച് കുളവായിക്കൊണ്ടിരിക്കുക. ഇപ്പം പോയിന്റ് പറയുന്നുണ്ട് ചില സാഹചര്യങ്ങളിൽ ചിലയിടത്ത്. പക്ഷെ എന്നാലും ആ പറയുന്നതിന്റെ ഇരട്ടിക്കിരട്ടി നോർ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ കയറി തലയിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ പവർ ഹൗസ് എന്ന് പറയാൻ പറ്റത്തില്ല, ബിഗ് ബോസിലുള്ള ഒരാളും നമ്മുടെ നോറയ്ക്ക് അങ്ങനെ വലിയ വിലയൊന്നും കൊടുക്കുന്നില്ല. അത് നമുക്ക് പല സാഹചര്യത്തിൽ ഈ 2-3 ദിവസം കൊണ്ട് ഞാൻ കണ്ടു. കാരണം നോറയുടെ ആ ഒരു സംസാരം തന്നെയാണ് മറ്റേ ചീവീട് കരയുന്ന കണക്ക് ഒരു വരി കീ 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 എന്ന് പറഞ്ഞ ഒച്ചയും വെച്ച് എല്ലാവർക്കും ഒരു ഡിസ്റ്റർബൻസ് ആവുന്നുണ്ട്. ഒന്നാമത് അതിനകത്തുള്ള ആൾക്കാർ ഇത്രയും ദിവസമായി എനിക്ക് തോന്നുന്നു ഒരാഴ്ച കൊണ്ട് വന്ന സിബിന് വരെ പൊട്ടുന്നുണ്ട്. സിബിനെയൊക്കെ നമ്മുടെ ജാസ്മിൻ ഒന്ന് പ്രൊവോക്ക് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും നല്ല രീതിയിൽ പ്രൊവോക്കായി മാറുന്നുണ്ട് സിബിനൊക്കെ. അത് നമുക്കിപ്പോ കാണാൻ പറ്റുന്നുണ്ട്. എന്തായാലും ഇങ്ങനത്തെ പരിപാടികളൊക്കെ നടന്നു വരികയാണ്. അതിന്റെ ഇടയ്ക്ക് സിബിന്റെ പ്രൊവോക്കേഷന്റെ പറഞ്ഞാണ് സിബിൻ ഈ ഒരു ടോക്കിന്റെ ഇടയ്ക്ക് സിബിൻ ഇവരുടെ ഈ നോറയുടെയും ജാസ്മിന്റെയും ഒക്കെ ഒച്ച കേട്ട് ലാസ്റ്റ് പൊട്ടി. ജാസ്മിന്റെ കുറെ സംസാരവും കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് കൈ വെച്ച് എന്തോ ഒരു സാധനം സിബിൻ അവിടെ കാണിക്കുന്നുണ്ട്. സിബിൻ അത് സമ്മതിക്കുകയും ചെയ്തു, ഞാൻ കാണിച്ചു, തെറ്റാണ്, സോറി ഒക്കെ ഇവിടെ കിടന്ന് കുറെ പറയുന്നുണ്ട്. ജാസ്മിൻ പറയുന്നുണ്ട് എനിക്ക് നിന്റെ സോറി ഒന്നും വേണ്ട. സിബിനോട് എനിക്ക് തോന്നിയ ഒരു കാര്യം, ഒരാഴ്ച കൊണ്ട് പ്രൊവോക്കേഷനിലൊക്കെ പോയി വീഴുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് എങ്ങനെ കളിക്കും? അത് മാത്രമല്ല എന്തൊക്കെ പറഞ്ഞാലും സിബിനും ജിൻഡോയൊക്കെ ജിൻഡോ ഒരു ക്യാപ്റ്റനാണ്, സിബിൻ പവർ ഹൗസ് ഒരു മെമ്പറാണ്. അതുകൊണ്ട് തന്നെ എന്ത് തെണ്ടിത്തരം കാണിച്ചിട്ട് ലാസ്റ്റ് സോറി പറഞ്ഞ് ഒഴിയുക എന്നുള്ളൊരു അവസ്ഥ ഇപ്പൊ അവർ കാണിക്കുന്നുണ്ട്. അത് അത്ര നല്ല പരിപാടിയായിട്ട് എനിക്ക് തോന്നിയില്ല. എന്തായാലും അടുത്ത ആഴ്ച പവർ ഹൗസ് അവർ തന്നെയാണ്, പവർ ടീമിൽ അവർ തന്നെ ആയതുകൊണ്ട് എന്തൊക്കെ കാണാൻ പോകുന്നു നമുക്ക് നോക്കാം.
എന്തായാലും ഈ ഒരു പരിപാടി കഴിയുമ്പോഴത്തേക്ക് ജയിൽ നോമിനേഷൻ വരുന്നുണ്ട്. ഡയറക്റ്റ് ജയിൽ നോമിനേഷനിലേക്ക് പവർ ടീം ഇടുന്നത് നമ്മുടെ നോറക്കുട്ടിയാണ്. നോറക്കുട്ടി ഡയറക്റ്റ് പവർ നോമിനേഷനിലേക്ക് വരുന്നു, ജയിലിലേക്ക് വരുന്നു. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കണ്ടസ്റ്റന്റ്സ് എല്ലാരും കൂടെ ഓരോ ആൾക്കാരെ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ നോമിനേഷൻ വന്നത്, ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് നമ്മുടെ ജാസ്മിനാണ്. അങ്ങനെ ജാസ്മിനും നോറയും കൂടെ ജയിലിലേക്ക് വരികയാണ്. അത് വൈകുന്നേരത്തേക്ക് അവർ രണ്ടിനെയും പിടിച്ചെടുത്തുള്ളൂ. അപ്പൊ ഈ ഒരു സാധനം കഴിയുമ്പോഴത്തേക്ക് നോറയുടെ കരച്ചിൽ കഥയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് സായി എടുക്കലാണ്. സായി പിന്നെ കേട്ടോണ്ടിരുന്നോളും, തിരിച്ചൊന്നും പറയാൻ പോകുന്നില്ല. സായി കൂടുതലും താന്നിരുന്ന് കേൾക്കും. ആ ഒരു സാധനം നമുക്ക് അവിടെ കേൾക്കാം. അതുകൊണ്ട് നോറ ഇടയ്ക്ക് ഇപ്പോൾ മെയിൻ ആയിട്ട് കഥകൾ പറയാൻ പിടിക്കുന്നത് സായിയാണ്. വേറെ ആരുടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആരും വലിയ മൈൻഡ് കൊടുക്കത്തില്ല. പിന്നെ എനിക്ക് ഇന്നലെ ഈ ഒരു സായിയുടെ കേസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ സംസാരിക്കുന്ന അഭിഷേക് ജയദീപിനോടാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് അഭിഷേക് നോറയ്ക്ക് തിരിച്ചു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോഴത്തേക്ക് നോറയ്ക്ക് അത് പിടിച്ചില്ല. അപ്പൊ എനിക്ക് നോറയുടെ ഒരു ക്യാരക്ടറിനെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നോറയ്ക്ക് പറയാനുള്ളതൊക്കെ കേൾക്കാനായിട്ട് ഒരാള്, അത് മാത്രം മതി നോറയ്ക്ക്. അവിടെ ആരാണെങ്കിലും ഇപ്പൊ റസ്മിനൊക്കെ ആണെങ്കിൽ കേട്ടോണ്ടിരുന്നോളും. അതുകൊണ്ടാണ് റസ്മിന്റെ അടുക്ക കൂടുതൽ അറ്റാച്ച്മെന്റ്. പറയുന്ന കുറച്ച് തിരിച്ചു വല്ലോ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് താന്ന് നിന്ന് അങ്ങനെ മെല്ലെയൊക്കെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അത് റസ്മിൻ എടുക്കും. റസ്മിൻ അല്ല, നമ്മുടെ നോറ ഒച്ച വെക്കുന്ന രീതിയിൽ തന്നെ ഒച്ച വെച്ച് തിരിച്ച് സംസാരിക്കുന്ന ഒരാളെ നോറയ്ക്ക് പിടിക്കത്തില്ല, നോറയ്ക്ക് ഇഷ്ടപ്പെടത്തില്ല. അവര് പറയുന്ന തന്റെ തെറ്റുകൾ പോലും നോറ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കത്തില്ല. അങ്ങനെ ഒരു ക്യാരക്ടറാണ് നോറ. അതൊരു അത്ര നല്ല ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നിയില്ല. എന്തായാലും അതൊക്കെ കഴിയുമ്പോഴത്തേക്ക് അടുത്ത ക്യാപ്റ്റൻ ആരാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ഗെയിമിലേക്ക് വരുന്നു. ഒരു ബോൾ ഗെയിം ആയിരുന്നു. ബോൾ ഇങ്ങനെ ഒരു ഫാനില് ഇങ്ങനെ തൂക്കിയിട്ടിട്ട് അതിനകത്തോട്ട് ഈ ബോളല്ല, ഒരു നമ്മുടെ പേപ്പർ ഗ്ലാസ് ഇങ്ങനെ തൂക്കിയിട്ടിട്ട്, പ്ലാസ്റ്റിക് ഗ്ലാസ്, പേപ്പർ ഗ്ലാസ് അല്ല പ്ലാസ്റ്റിക് ഗ്ലാസ് ഇങ്ങനെ തൂക്കിയിട്ടിട്ട് അതിനകത്തോട്ട് ബോൾ ഇട്ട് മറ്റേ ഇങ്ങനെ കുത്തിച്ചിടുന്ന ഒരു പരിപാടി. അപ്പൊ അതില് ശ്രീതു ജയിച്ചു. ശ്രീതു അങ്ങനെ അടുത്ത ക്യാപ്റ്റനായിട്ട് അധികാരമേക്കും ഈ വരും ദിവസങ്ങളിൽ, 2 ദിവസത്തിനുള്ളിൽ, തിങ്കളാഴ്ചയൊക്കെ ആയിട്ട്. എന്തായാലും അത് കഴിയുമ്പോഴത്തേക്ക് അടുത്തൊരു ഗെയിം കൂടെ വരുന്നുണ്ട്, ഗോൾഡ് വിന്നർ ഗെയിം വരുന്നുണ്ട്. അത് മറ്റേ ഫുഡ് ഉണ്ടാക്കുന്ന ചെറിയ പരിപാടി, അതും കഴിയുന്നു. അതൊക്കെ വലിയ ഒരു രസം, അത്രേ എനിക്ക് തോന്നിയുള്ളൂ. അപ്പൊ അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ജയിലിലേക്ക് ജാസ്മിനെയും നോറയും കൂടെ അങ്ങോട്ട് പിടിച്ചിടും. അത് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ജാസ്മിന്റെ തനി നിറം, ഒരു ജാസ്മിനോട് എന്തെങ്കിലും ഒരു അരിവ് ആർക്കെങ്കിലും ഒക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് കളയുന്ന രീതിയിലുള്ള ഒരു സ്ട്രാറ്റജിയൊക്കെ അവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് പ്രൊവോക്കേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൃത്തികെട്ട രീതിയിൽ, എന്നാ തെറി വിളിക്കോ അങ്ങനത്തെ രീതിയിലൊന്നും അല്ല. അവള് മറ്റേ ലൊട്ട, നമ്മുടെ തൊപ്പിയുടെ കുറച്ച് വാക്കുകളുണ്ടല്ലോ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ. ഇന്നലെ ഒരു വാക്കോട് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. എന്താണ്, അയ്യോ ഞാൻ ആ വാക്ക് മറന്നുപോയി. ഒരുമാതിരി ഷൊട്ട ഇങ്ങനത്തെ കുറെ വൃത്തികെട്ട കുറെ സാധനങ്ങൾ. എന്നാൽ തെറിയാണോ എന്ന് ചോദിച്ചാൽ തെറിയല്ല. എന്നാൽ ഒരാളെ പ്രൊവോക്ക് ചെയ്യാൻ എങ്ങനെയൊക്കെ എന്തൊക്കെ വൃത്തികേടുകൾ കാണിക്കാമോ അതെല്ലാം അവള് കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് ഭയങ്കര, സത്യം പറഞ്ഞു കഴിഞ്ഞാണല്ലോ, ഇപ്പൊ മിക്ക ദിവസം നമുക്ക് കിട്ടുന്ന ഒരു ടോപ്പിക് കണ്ടന്റ് എന്ന് പറയുന്നത് ജാസ്മിന്റെയും ഒന്നുകിൽ ഗബ്രിയുടെയും, ഇവരുടെ രണ്ടുപേരുടെയാണ് കൂടുതലും വരുന്നത്. ഇവർ തമ്മിലുള്ള ഇവരുടെ വായിൽ നിന്ന് വീഴുന്ന വർത്താനം കൊണ്ട് ബാക്കിയുള്ളവർ പ്രൊവോക്ക് ആവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇപ്പൊ മെയിൻ കണ്ടന്റ്. ഇപ്പൊ മാക്സിമം ഇന്നലെ ജിൻഡോയെ പ്രൊവോക്ക് ചെയ്യാനൊക്കെ കുറെ നോക്കി, നടന്നില്ല. പിന്നെ ഈ ജയിലിൽ കിടക്കുന്നതിന്റെ ഇടയ്ക്ക് നമ്മുടെ ഗബ്രിക്കുട്ടം വന്നൊന്ന് കെട്ടിപ്പിടിച്ചിട്ടൊക്കെ പോകുന്ന കണ്ടു. അപ്പത്തേക്ക് ജിൻഡോ ചോദിച്ചു, ഇപ്പൊ ഇതിന്റെ ജയിലിനകത്തേക്ക് കയറി ആ പരിപാടി കാണിക്കേണ്ട കാര്യമില്ല. ഉടനെ കറങ്ങി തിരിഞ്ഞു വന്നിട്ട് മറ്റേ ആ അഴികളുടെ ഇടയിലൂടെ രണ്ടുപേരും കെട്ടിപ്പിടിക്കുന്നു. എന്നിട്ട് അകത്ത് പോയി കിടന്നിട്ട് അവിടുന്ന് ഉമ്മ വെച്ച് എന്തൊക്കെയാണോ. എന്നിട്ട് പുറത്ത് ജനങ്ങൾ പറയുമ്പോൾ മാത്രമേ ഉള്ളൂ ചിലർക്ക് പ്രശ്നം. അതത്ര വലിയ, ഞാൻ പറഞ്ഞില്ലേ, ഒരു വലിയ കാര്യമായിട്ടുള്ള കാര്യമൊന്നും അല്ല ഇത്. പക്ഷെ അവര് തന്നെ കണ്ടന്റ് ഇങ്ങനത്തെ സാധനങ്ങൾ ജനങ്ങൾക്ക് ഇട്ടു കൊടുക്കുമ്പോഴത്തേക്ക് ആദ്യമൊക്കെ അവരറിയാതെ പോലും സാധനം വന്നുകൊണ്ടിരുന്നു. അപ്പത്തേക്ക് ജനങ്ങള് നമ്മൾ പുറത്തിരുന്ന് കാണുമ്പോഴത്തേക്ക് ഓക്കെ ഇവര് തമ്മിൽ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇവര് തമ്മിൽ ഇങ്ങനത്തെ ഒരു സാധനം കൊടുക്കായിരുന്നു. ഇതിപ്പോ കറക്റ്റ് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്, പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗെയിം. അതിന്റെ അപ്പുറത്തേക്കൊന്നും ഇല്ല ഇപ്പൊ രണ്ടുപേരും തമ്മില്. അത് പക്ഷെ നമ്മുടെ ജാസ്മിൻ എങ്ങനെ എടുക്കും, അല്ലെങ്കിൽ ജാസ്മിന്റെ ലൈഫില്, പേഴ്സണൽ ലൈഫില് അത് ഭയങ്കരമായിട്ട് ഹേർട്ട് ആവുന്നുണ്ട് ഇങ്ങനെ ഈ അകത്ത് കിടന്ന് കാണിക്കുന്നത്. അത് അവർക്ക് മനസ്സിലാവുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അവള് വിചാരിക്കുന്നത് പുറത്തെല്ലാവരും ഇത് ആ ഒരു ഗെയിം സെൻസിൽ തന്നെ എടുത്തോളും. നമുക്കൊക്കെ എടുക്കാം, ചില സമയത്ത് നിങ്ങൾ കാണിക്കും. ഇന്നലത്തെയൊക്കെ നമുക്ക് അങ്ങനെ എടുക്കത്തുള്ളൂ, പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി കാണിക്കുന്നത്, അവിടെ തീരും. പക്ഷെ നിങ്ങൾ അതിന് മുമ്പ് കാണിച്ചുകൊണ്ടിരുന്നതൊന്നും അങ്ങനെ എല്ലാവർക്കും എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് പുറത്ത് ജാസ്മിന്റെ കല്യാണം കഴിക്കാനിട്ടിരുന്ന മാപ്പിള ഇട്ടിട്ട് അങ്ങ് പോയത്. ഇതൊക്കെ പുറത്തിറങ്ങുമ്പോഴേ അറിയത്തുള്ളൂ. ഇനി പുറത്തിറങ്ങുമ്പോഴാണ് ജാസ്മിന്റെ ലൈഫിനെ ഇത് എങ്ങനെയൊക്കെ അഫക്ട് ചെയ്തു നമ്മള് മനസ്സിലാക്കുള്ളൂ. അപ്പത്തേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വാ വിളിച്ചിരിക്കേണ്ട വരും ജാസ്മിൻ. ഈ അകത്ത് കിടന്ന് കാണിക്കുന്നതും ഈ പ്രൊവോക്കേഷനും അവള് തന്നെ അവളുടെ വായിന്നൊക്കെ ഇടയ്ക്ക് വീഴുന്ന ഞാൻ കാണിച്ചു, കർമ്മ എന്ന് പറയുന്ന സാധനമൊക്കെ. അപ്പൊ ഇടയ്ക്ക് നീ പുറത്തിറങ്ങി കഴിയുമ്പോൾ ഈ കർമ്മ എന്താണെന്നൊക്കെ കറക്റ്റ് ആയിട്ട് നമ്മുടെ ജാസ്മിന് മനസ്സിലാവും കേട്ടോ. അപ്പോ ഗബ്രിയെ പിന്നെ പ്രത്യേകിച്ച് ഇന്നലെ എടുത്ത് പറയാനായിട്ടുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഗബ്രി ഒതുങ്ങി നിൽക്കുന്ന ഒരു ക്യാരക്ടർ. ഗബ്രിക്ക് മനസ്സിലായി പണി വരുന്നുണ്ട്, ഇല്ലെങ്കിൽ എല്ലാവരും വെറുത്തു തുടങ്ങി, അത് തനിക്ക് തന്നെ പണി കിട്ടും. ജാസ്മിന്റെ ആ ഒരു മോടി പോയി കഴിഞ്ഞാൽ നടക്കത്തില്ല എന്ന് പിടികിട്ടി. ജാസ്മിൻ നടക്കും,
ജാസ്മിൻ എന്തെങ്കിലുമൊക്കെ കാണിച്ച് പിടിച്ചു വെക്കാൻ നോക്കും. ജാസ്മിന് ഇടയ്ക്കിടയ്ക്ക് നല്ല പോയിന്റ്സ് പറയും. പക്ഷെ ഗബ്രിയുടെ കാര്യത്തിൽ അങ്ങനല്ല. അവൻ വെറുപ്പിച്ച് ഒരാൾക്ക് പോലും അവനെ പിടിക്കാതെ, അവൻ എന്തെങ്കിലും ഒരു പോയിന്റ് പറഞ്ഞാൽ പോലും ആർക്കും അതിനെപ്പറ്റി സംസാരിക്കാനുള്ള ഒരു താല്പര്യം ഇല്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് അവൻ എത്തിച്ചിട്ടുണ്ട്. അത് ഗബ്രിക്ക് തന്നെ മനസ്സിലായി കാണും. ചിലപ്പോൾ അതായിരിക്കും അവന് ഒതുങ്ങാൻ കാരണം. എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് നോക്കാം. അപ്പൊ ഇന്നലെ ഇതൊക്കെയാണ് നടന്നത്. അല്ലാതെ വേറെ പ്രത്യേകിച്ച് ആരുടെയും വലിയ ഗെയിമൊന്നും ഇന്നലെ കാണാൻ സാധിച്ചില്ല. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തോന്നി, ഒരു തോട്ട് ഈ ഒരു എപ്പിസോഡിൽ കണ്ടിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യുക. എനിക്കപ്പോ മെയിൻലി ഈ ഒരു ജാൻമണി കേസിൽ ഇന്നലെ തോന്നിയ ഒരു കേസ് സംഭവം ഇതാണ്. അർജുനാണ് പ്രശ്നക്കാരൻ. അർജുനെ തോണ്ടിയാണ് ഇന്നലെ അത് സംസാരിച്ചത്. അത് കൂടുതൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത്, ആ ഒരു നിങ്ങൾ ആരും കാണാത്തവരുണ്ടെങ്കിൽ ഹോട്ട്സ്റ്റാറിലാണെങ്കിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എപ്പിസോഡ് കാണാൻ പറ്റും. അപ്പൊ ജസ്റ്റ് ഒന്ന് ഓടിച്ച് ബാക്കോട്ട് പോയി ഒന്ന് കണ്ടു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അർജുനാണ് വില്ലൻ.